നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ CPM നേതാവിന് പങ്കുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത പെരിഞ്ഞണം എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരിഞ്ഞനത്ത് വെട്ടുകത്തിയുമായി യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ CPM നേതാവിന് പങ്കുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. മാർച്ച് കഴിഞ്ഞതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ചാവക്കാട് കോടതി പരിസരത്ത് നിന്ന് കാറും മൊബൈൽ ഫോണും പണവും കവർന്ന കേസിൽ CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാമിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കേസിൽ തിരുവത്ര സ്വദേശി അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജനുവരി 6 ഉച്ചയ്ക്ക് 1:30 ചാവക്കാട് കോടതി പരിസരത്ത് വെച്ചായിരുന്നു കവർച്ച നടന്നത്. അന്നക്കര സ്വദേശി രതീഷിനെയും ഭാര്യയെയും ആക്രമിച്ച് കാറും 49,000 രൂപയും മൊബൈൽ ഫോണും കവർന്നതായാണ് പരാതി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC മുൻ മെമ്പർ CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബനൂസ് പണിക്കവെട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, ജില്ലാ സെക്രട്ടറി ഋഷി ലാസർ, ചാവക്കാട് ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാക്കളായ KV സത്താർ, KP ഉദയൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബീന രവിശങ്കരൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം HM നൌഫൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് തബ്ഷീർ മുഴുവഞ്ചേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിഹാബ് മണത്തല, പ്രലോഭ്, അശ്വിൻ ചാക്കു, രഞ്ജിത്ത് ഗുരുവായൂർ, ജാസിം ചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിമിനലുകൾക്കും കവർച്ചക്കാർക്കും കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് കണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ മാർച്ചിന് ആധാരമായ വിഷയം, ഇവിടെ രതീഷ് എന്ന് പറയുന്ന ഒരു പൂജാരി പാവർട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അന്നകരയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ പൂജാതി ക്രിയകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ദിവസം പാലക്കാടുള്ള 2 പേർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. മുൻപ് അദ്ദേഹത്തെ കാണാൻ വരാറുള്ള ആളുകളും കൂടിയാണ്. കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിൽ MP വേടന് കൈമാറി. തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വേടൻ TN പ്രതാപന് കൈമാറുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് തന്നെ ഇച്ചിരി ഒരു അവമതിപ്പോടു കൂടിയൊക്കെ സംസാരിക്കാൻ ആളുകൾ വ്യഗ്രത കൊള്ളുന്ന ഒരു കാലത്ത് ആളുകളോട് റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച്, അവരുടെ വായനയെ സംബന്ധിച്ച്, അവരുടെ അറിവിനെ സംബന്ധിച്ച്, ചുറ്റുപാടിലേക്കും കണ്ണോടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ്. അത് റാപ്പ് സംഗീതത്തിൻ്റെ അലയൊലികളും ഇതുപോലെ തിരമാല പോലെ നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. വേടന്റെ പാട്ടിനെ ആര് വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ മനസ്സിൽ നിന്നും വേടനെ ആർക്കും വെട്ടിമാറ്റാൻ കഴിയില്ലെന്നും MP പറഞ്ഞു. ചടങ്ങിൽ പത്മപ്രഭ
പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെയും CC മുകുന്ദൻ MLA ആദരിച്ചു. അലോഷ്യസ് സേവ്യർ പ്രശസ്തി പത്രം കൈമാറി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജോസ് വള്ളു, സുനിൽ അന്തിക്കാട്, K ദിലീപ് കുമാർ, ശോഭ സുബിൻ, സുനിൽ ലാലു, CH റഷീദ്, ഹാറൂൺ റഷീദ്, CM നൌഷാദ്, PI ഷൗക്കത്ത് അലി, PM സുൽഫിക്കർ, ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ളൊരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പുകാറ്റിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ. അന്നം തന്നെ ഉന്നം, ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ, കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ. ആരിരാരിരേ ആരിരാരിരേ രാരിരാരിരേ രാരിരാരിരാരിരേ. ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരിക്കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി. എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ. ഇത് 2ാം പിറവിയേ. എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ. ഇത് 2ാം പിറവിയെ. കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിൽ അണിഞ്ഞവൾ. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത പെരിഞ്ഞനം എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുഹൃതകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജകുട്ടൻ, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി തെരുവ് നാടക അവതരണവും ഉണ്ടായിരുന്നു. ഈ സദുദ്യമത്തിൽ നമുക്ക് എന്തുകൊണ്ട് തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാൻ പറ്റും. ചില ആളുകൾ പറയുന്നു ഗവൺമെന്റ് നടപടികൾ നന്നായി ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയാൽ മാത്രം ഈ കാര്യം അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് മാത്രം കൊണ്ട് കഴിയില്ല. നമുക്ക് നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ ദുരന്തം, ഇതിൻ്റെ പ്രത്യാഘാതം സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് നമ്മൾ പറയുന്ന ബോധവൽക്കരണം ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കിതിൻ്റെ ഭവിഷ്യത്തെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകാൻ കുട്ടികൾക്ക് ഒരു പ്രാവശ്യമല്ല. അത് മാത്രമല്ല, ചില ആളുകൾ പറയുന്നത് ഇതിൻ്റെ ഒരു രസം, ഇതിൻ്റെ ഒരു സുഖം വലുതായി ഒന്ന് കിട്ടുന്നതെന്ന് ഒക്കെ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ കുട്ടികളുണ്ടാവും. അതാരും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ഞങ്ങളോടൊക്കെ തന്നെ ഞങ്ങളുടെ മാഷ് പറഞ്ഞൊരു അനുഭവമുണ്ട്. നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു പാത്രം മാത്രം ഏതെങ്കിലും ഒരു ഇതിനോട് മൂടി വെക്കുകയാണ് വെക്കുക. ഒരെണ്ണം മാത്രം മൂടി വെച്ചിട്ടുണ്ട്. മറ്റെല്ലാ പാത്രങ്ങളും ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് വെച്ച ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആ ഓപ്പണായി വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. നമ്മളൊക്കെ കഴിച്ചു, ഒരു പ്രശ്നമില്ല. ആദ്യം അതൊന്നും നോക്കൂല. അവസാനം അടച്ചു വെച്ച പാത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് നമുക്കൊരു ശ്രദ്ധ അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യണം, കാണണം എന്നാണ് പിന്നെ ചിന്ത.
ഇതാണ് എൻ്റെ പ്രത്യേകത. എന്തെങ്കിലും കുട്ടികളുടെ ജിജ്ഞാസ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പം അതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ, ഇതൊന്ന് കഴിച്ചാൽ, ഇതൊന്ന് രസിച്ചാൽ, ഇതൊന്ന് നോക്കിയാൽ വലിയ മാറ്റം ഉണ്ടാവും, ഭയങ്കര രസമുണ്ടാകും. ഒരു പ്രാവശ്യം മതി, കൂടുതൽ രസം ചെയ്യണം, ഒരു പ്രാവശ്യം മതി എന്ന് പറഞ്ഞാൽ ആ വലയിൽ പെട്ടുപോകാൻ എളുപ്പമാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. കൊണ്ട് ആദ്യത്തെ തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയണം? നോ എന്ന് പറയാൻ പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. നാടെമ്പാടും ബോർഡുകളും. അച്ഛന് സ്വന്തം മകളെ തിരിച്ചറിഞ്ഞൂടാ, സഹോദരന് സഹോദരിയെ തിരിച്ചറിഞ്ഞു. ജനനം മുതൽ മരണം വരെ, കൊട്ടാരം മുതൽ കുടിയിൽ വരെ, സിരുവെന്ന മുറിയിലും കിടപ്പുമുറിയിലും ബെഡ്റൂമിലും വരെ എന്നെ സ്വീകരിച്ചിരുത്തില്ലേ. എന്റെ സൗഹൃദങ്ങളെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കൈവിടിക്കും. അവരെ ഞാൻ ചേർത്ത് പിടിക്കും. പിന്നെ പിന്നെ നിങ്ങൾ എന്ത് പറയണം, എങ്ങനെ പറയണം, എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. പെരിഞ്ഞനത്ത് വെട്ടുകത്തിയുമായി യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സമിതി സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള മനോജിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 25-നാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി 10:30-യോടെ കയ്യിൽ വെട്ടുകത്തിയുമായി പെരിഞ്ഞനം സമിതി സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും കഴുത്തിനു നേരെ വെട്ടുകത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. മനോജിന്റെ പേരിൽ കൊടുങ്ങല്ലൂർ, ചാവക്കാട്, മതിലകം, അന്തിക്കാട്, കയ്പമംഗലം, തൃശൂർ വെസ്റ്റ്, ഷൊർണൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കൽ, അടിപിടി, അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൽ ഒരാൾ മരണപ്പെടുക, മദ്യലഹരിയിൽ പൊതുസ്ഥലത്ത് ശല്യം സൃഷ്ടിക്കുക തുടങ്ങി 23 ക്രിമിനൽ കേസുകളുണ്ട്. യുവാവിനെ സ്കൂട്ടർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. യുവാവിനെ സ്കൂട്ടർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പടിഞ്ഞാറെ വെമ്പലൂർ താണിയം ബസാർ സ്വദേശി പിണ്ടിയേത്തുപടി വീട്ടിൽ 42 വയസ്സുള്ള പ്രദീപിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. താണിയം ബസാർ സ്വദേശി കാട്ടിൽ വീട്ടിൽ അഭിനന്ദിനെയാണ് പ്രതി സ്കൂട്ടർ ഇടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. അഭിനന്ദ് കൂട്ടുകാരനുമായി സ്കൂട്ടറിൽ പോകുമ്പോൾ പ്രതി റോഡിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് സ്കൂട്ടർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രദീപിനെതിരെ അഭിനന്ദിന്റെ മാതാവ് കേസ് കൊടുത്തതിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിൽ പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. PN പണിക്കർ ഫൗണ്ടേഷൻ വായനാ ദിന മാസാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന 1 ലക്ഷം വായനാ സദസ്സുകൾ തൃശൂർ ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം എഴുത്തുകാരനും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായ ശ്രീജേഷ് പൊയ്യാറ നിർവഹിച്ചു. അധ്യാപിക ശാന്തി അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ KS കിരൺ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളായ ES ആമി, VL മയൂക, ഷസ സലീം, ഫാത്തിമ ജുമന, ബദുൽ പുസ്തക പരിചയം നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ MA സാദിഖ്, അധ്യാപകരായ ബേബി ഷജന, പ്രദീപ്, രാജേഷ്, ശ്രീകാന്ത്, റുക്സാന, പ്രഭിത, നസിയ, സിനി തുടങ്ങിയവർ സംസാരിച്ചു. ഗോതുരുത്ത് നിവാസികൾക്ക് ആശ്വാസമായി വാട്ടർ അതോറിറ്റി ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഗോതുരുത്ത് നിവാസികൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ മതിലകം കുടിവെള്ള ടാങ്കിൽ നിന്നും ഗോതുരുത്തിലേക്ക് നേരിട്ട് പൈപ്പ് ലൈൻ വലിച്ച് കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് 30 ലക്ഷം രൂപ ചെലവഴിച്ച് 90 mm പൈപ്പ് ലൈൻ വലിക്കുന്ന പ്രവർത്തനമാണ് അതിവേഗത്തിൽ നടത്തുന്നത്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ 30 വർഷത്തിലേറെ കാലപ്പഴക്കമുള്ള പൈപ്പ് ലൈനുകളുടെ തകരാറും പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലൂടെ കിലോമീറ്ററിൽ വളഞ്ഞെത്തുന്ന ലൈനുകൾ കാരണവും ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ പോലും ലഭിക്കാറില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ജലസേചന വകുപ്പ് മന്ത്രിക്കും MLAക്കും ജില്ലാ കളക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനങ്ങൾ നൽകിയിരുന്നു. പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് MLA E.T. ടൈസൺ മാസ്റ്റർ, പ്രസിഡന്റ്
MS മോഹനൻ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അയ്യൂബ്, നൌഷാദ് PA, വാർഡ് മെമ്പർ രാജൻ പടിയത്ത്, രമ്യ പ്രദീപ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു, എനിക്കൊന്നും ഒരു പഞ്ചായത്ത് നിർദ്ദേശിച്ചതിൽ 30 ലക്ഷത്തിലേറെ പണം കുടിവെള്ള വിതരണത്തിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ആ കൊടുത്ത പഞ്ചായത്താണ് ശ്രീനാരായണപുരം. പിന്നെ നമ്മൾ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പ്രത്യേകം വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. രണ്ടാമത്താണ് പ്രാദേശികമായിട്ട് ആളുകളുടെ പദ്ധതികൾ വന്നു. മൂന്നാമത്താണ്. നാലാമത്തായിട്ട് നമ്മൾ ഹോട്ട് ലൈൻ ഇട്ട് അഞ്ചാമ്പരത്തി ടു ഗോതുരത്ത് അതിനുള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചു. എന്നാൽ പോലും ഗോതുരത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം കിട്ടുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക പദ്ധതി നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ തയ്യാറാക്കി വളരെ വേഗത്തിൽ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ മതിലകം സമ്പിൽ നിന്ന് നേരെ ഗോതുരത്തിലേക്ക് വെള്ളം പോകാവുന്ന ഒരു സ്ഥിതി വരികയാണ്. അതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പ്രദേശത്തെ കിഴക്കൻ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കും. നമ്മൾ ആളുകളുടെ വേദന നന്നായി തിരിച്ചറിയുന്നവരാണ്. അവർക്ക് വളരെ ചെറിയ തുച്ഛമായ വേതനം കിട്ടുന്ന ആളുകൾ അവർ ഈ കുടിവെള്ളത്തിന് വേണ്ടി പണം ഉപയോഗിക്കുക എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. എല്ലാവരുടെയും പരിശ്രമം ഇക്കാര്യത്തിലുണ്ട്. അവരോടൊക്കെ നന്ദി പറയുന്നു. വാട്ടർ അതോറിറ്റി തന്നെ മുൻകൈ എടുത്തിട്ട് താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടേഴ്സ് ദിനത്തിൽ വാർഡിലെ ഡോക്ടർമാരെ അനുമോദിച്ചു. ഹോമിയോപ്പതി ഡോക്ടർ രജനി സുകുമാരൻ, അലോപ്പതി ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവരെ വസതിയിലും ക്ലിനിക്കിലും എത്തി അനുമോദിച്ചു. രോഗികൾക്ക് എന്നും സൗഖ്യമേകിയും സ്വാതന്ത്ര്യം നൽകിയും ആതുര ശുശ്രൂഷ രംഗത്ത് തുടരുന്ന ഡോക്ടർമാർക്ക് ഹൃദ്യമായ ആശംസകൾ നേർന്നു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർ സുശീല രാജൻ, ACDS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗനവാടി ഹെൽപ്പർ നിമ്മി, രേണുക റിജു എന്നിവർ പ്രസംഗിച്ചു. എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാം, നമ്മുടെ രോഗത്തിൻ്റെ ഒരു അവസ്ഥ വന്നാൽ അതിനെ തരണം ചെയ്യാൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ശമനം കാണാറ്. അപ്പോൾ ഒട്ടേറെ ഡോക്ടർമാരുണ്ടെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ വളരെ കുറവുള്ളൊരു സംവിധാനം കൂടി ഇപ്പോൾ ഈ നാട്ടിൽ കുറഞ്ഞു വരുന്ന വേളയിലാണ്. ഡോക്ടറൊക്കെ 40 കൊല്ലത്തിന് 85 മുതൽ ഇവിടെ ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അൽ അക്സ പബ്ലിക് സ്കൂളിൽ പാരന്റ്സ് ഡോക്ടേഴ്സ് സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ നുഹ്മാൻ, വിദ്യാർത്ഥികളായ അമീന, ഫർസാന എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ രക്ഷിതാക്കളെ ആദരിക്കുകയും അവർ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ഞാറ്റുവേല ചന്ത നടത്തി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, കൃഷി ഓഫീസർ നാനു, പഞ്ചായത്ത് ആസൂത്രണ ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ, CDS ചെയർപേഴ്സൺ നാദിയ ജാസിം, ഹൈദർ, പഞ്ചായത്ത് അംഗങ്ങളായ CP ഉല്ലാസ്, സ്നേഹദത്ത്, സുജിത സലീഷ്, ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, സുജ ശിവരാമൻ, കൃഷി അസിസ്റ്റന്റ്മാരായ അഖിൽ വിദാസ്, സ്വാതി കൃഷ്ണ, കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകർ, ADS മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. മതിലകം കാർഷിക സേവന കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച പച്ചക്കറി വിത്തുകൾ, തൈകൾ, ഫലവൃക്ഷ തൈകൾ, തെങ്ങിൻ തൈകൾ, പൂച്ചെടികൾ, ജൈവവളങ്ങൾ, ഉൽപാദന ഉപോധികൾ, ഗ്രോ ബാഗുകൾ, കീടരോഗ നിയന്ത്രണോപാധികൾ എന്നിവയും കുടുംബശ്രീ വനിതാ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഞാറ്റുവേലയ്ക്ക് ആകർഷകമാക്കി. തിരുവാതിര ഞാറ്റുവേലയെ കുറിച്ചൊക്കെ ഇവിടെ ശീല ടീച്ചർ നല്ല വിശദമായി പറഞ്ഞു. ഓരോ ഞാറ്റുവേലയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മൾ ഈ തിരുവാതിര ഞാറ്റുവേലയിലാണ് നമ്മൾ കൂടുതലും ചെടികളായാലും തൈക്കളായാലും വെച്ച് പോകുന്നത്. ഏറ്റവും നല്ലത് നമുക്ക് ഈ തിരുവാതിര ഞാറ്റുവേലയിൽ കുരുമുളകാണ് നമ്മൾക്ക് ഏറ്റവും കൃഷി ചെയ്യുന്നതിൽ പ്രാധാന്യം. എന്നിരുന്നാലും നമ്മളെല്ലാം തൈക്കളും ഒക്കെ നല്ല രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനിയും ഇവിടെ തൈക്കൾ വരും. എല്ലാ കർഷകരും തൈക്കളും വിത്തുകളും ഒക്കെ വാങ്ങി ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. ഇന്ന് നമ്മൾക്ക് വിത്ത് വണ്ടി വരുമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അത് ഇന്ന് അവർക്ക് പല പഞ്ചായത്തുകളിലും ഇതുള്ളത് കൊണ്ട് വരാൻ അവർക്ക് സമയമില്ല. പിന്നീട് ഒരു ദിവസം വരുമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും വിത്തും തൈക്കളും ജൈവ കീടനാശിനികളും അതിന് ഉപയോഗിക്കുന്ന കമ്പക്കലുകളും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാ കർഷകരും അത് വാങ്ങിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തിരുവാതിര ഞാറ്റുവേലയിൽ ഈ ചന്തയും അതിനോടനുബന്ധിച്ച് വാങ്ങിക്കുന്ന തൈക്കളും ഒക്കെ നല്ല രീതിയിൽ
വെള്ളക്കെട്ട് മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സാന്ത്വനവുമായി ബെന്നി ബെഹനാൻ MP. നെസ്ലെ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യധാന കിറ്റുകൾ വിതരണം ചെയ്തത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കാത്തുരുത്തി മദ്രസയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല മാപ്പിള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുമാണ് സഹായം എത്തിച്ചത്. 2 പഞ്ചായത്തിലായി 500-ലേറെ കുടുംബങ്ങൾക്കാണ് നെസ്ലയുടെ സഹകരണത്തോടെ ഭക്ഷ്യധാന കിറ്റുകൾ വിതരണം ചെയ്തത്. ബെന്നി ബെഹനാൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് റീജിയണൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മാനേജർ ജോയ് സക്കറിയ മുഖ്യാതിഥിയായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, ഷെഫീഖ് സിനാൻ, ഇസ്ഹാഖ് പുഴങ്കരയില്ലത്ത്, UY ഷമീർ, നേതാക്കളായ സുനിൽ P മേനോൻ, KV അബ്ദുൾ മജീദ്, അനസ് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതിനകത്തോട്ട് 10 കിലോ അരിയുണ്ട്, 2 കിലോ പരിപ്പുണ്ട്, 1 കിലോ കടലയുണ്ട്, 1 കിലോ പഞ്ചസാരയുണ്ട്, 1 കിലോ ഉപ്പുണ്ട്, 250 ഗ്രാം മഞ്ഞൾപ്പൊടിയുണ്ട്, 250 ഗ്രാം മുളക് പൊടിയുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് ഈ സാമ്പാർ പൊടിയുണ്ട്, പിന്നെ 1 ലിറ്റർ ഓയിലുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് വീട്ടിൽ ചെന്ന് കുറേ നാൾ കൂടി ഇത് പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ കിറ്റ് കൊണ്ട് വരാൻ നേരത്ത് ഇതൊരു പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടുകൊണ്ട് പോകാനാണ് കിട്ടുന്നത്. ഇത് 17 കിലോ ഉണ്ട് കിറ്റ്. ഈ 17 കിലോ കിറ്റ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബത്തിനും ഓരോ കിറ്റ്, എല്ലാം ഓരോരുത്തർക്കും 61 കുടുംബമുണ്ട്. 61 കുടുംബത്തിനും ഇപ്പോൾ പ്രസിഡന്റ് അല്ലേ, 61 കുടുംബത്തിനും ഇപ്പോൾ ഓരോ കിറ്റ് തന്നെ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇതിനു മുമ്പൊക്കെ വെള്ളപ്പൊക്കവും അതിനൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നെസ്ലയുടെ ഭാഗത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ട് നമ്മൾ കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം കാലവർഷം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും മുമ്പേ വന്നു. അതിൻ്റെ കരുതലുണ്ടായി. പ്രതികരണങ്ങളെ റിക്വസ്റ്റ് ഈ കയ്പമംഗലം പഞ്ചായത്തിലേക്ക് ചെല്ലും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ കാണാൻ കഴിഞ്ഞ എനിക്ക് സങ്കടമുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉപകാരമാണ്. തൃശൂരിൽ ആധുനീകരിച്ച കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ ആധുനീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. സിനിമകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ആധുനിക തിയേറ്ററുകൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1985 ചേർത്തലയിലാണ് ആദ്യത്തെ തിയേറ്റർ ആരംഭിച്ചത്. ഇന്ന് 6 ജില്ലകളിലായി 17 സ്ക്രീനുകൾ KSFTCക്കുണ്ട്. ഇതുകൂടാതെ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 2030 ആകുമ്പോഴേക്കും 50 സ്ക്രീനുകൾ സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ശ്രീ തിയേറ്ററുകൾ 1999 ആരംഭിച്ചത്. ഷാജിയൻ കരുണന്റെ ആശയങ്ങളും ചിന്തകളുമാണ് മനോഹരമായ രീതിയിൽ തിയേറ്റർ നവീകരിക്കാനായതെന്നും മന്ത്രി പറഞ്ഞു. 16 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ RGB 4K ലേസർ പ്രൊജക്ഷൻ, ഫ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനലുകളോടുകൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, പുഷ് ബാക്ക് സീറ്റുകൾ, പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നിവ തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിയേറ്ററിൽ സിനിമ ആസ്വാദകർക്കായി ശീതീകരണ സംവിധാനത്തോടുകൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റേരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദമായിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ അഭിനയത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ TG രവിയെയും തിയേറ്ററിന്റെ നവീകരണത്തിൽ പങ്കാളികളായവരെയും മന്ത്രിമാർ ചേർന്ന് ആദരിച്ചു. ചലച്ചിത്ര സംവിധായകനും ഡയറക്ടർ ബോർഡ് അംഗവുമായ MA നിഷാദ് ഷാജി N കരുണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിന് P ബാലചന്ദ്രൻ MLA സ്വാഗതവും KSFDC ഡയറക്ടർ ബോർഡ് അംഗം ഷെറി ഗോവിന്ദ് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. SC STക്കും അതുപോലെ തന്നെ വനിതകൾക്കായി ഗവൺമെന്റ് ഇപ്പോൾ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSFDC തിയേറ്ററുകൾ നവീകരിക്കുന്ന പദ്ധതി ഈ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒട്ടേറെ തിയേറ്റർ ആധുനികവൽക്കരിച്ച് നമുക്ക് സമൂഹത്തിന് പ്രയോജനകരമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കായംകുളം, വൈക്കം, അളഗപ്പ നഗർ, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇങ്ങനെ
മറ്റേ സാധനം വേണ്ട പൊട്ടിയിട്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ CPM നേതാവിന് പങ്കുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത പെരിഞ്ഞണം എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞണം ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരിഞ്ഞണത്ത് വെട്ടുകത്തിയുമായി യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.